എ.കെ. ആന്റണി ആവശ്യപ്പെട്ട ശിവഗിരി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭാ വെബ്സൈറ്റിൽ. ശിവഗിരിയിൽ പോലീസ് അതിക്രമം നടന്നിട്ടില്ല എന്നായിരുന്നു കമ്മീഷൻ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നായിരുന്നു ആന്റണിയുടെ ആവശ്യം. 407 പേജുള്ള റിപ്പോർട്ട് നിയമസഭാ വെബ്സൈറ്റിൽ മുമ്പേ തന്നെ ലഭ്യമായിരുന്നു. ടി.എസ്. ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണ, ഗുഡ് മോർണിംഗ്. എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത്? വിശദാംശം, അതിന്റെ ഉള്ളടക്കം എന്താണ് ഹരി? ഇന്നലെ മുൻ മുഖ്യമന്ത്രിയായ എ.കെ. ആന്റണി തനിക്കെതിരായി ചില വിമർശനങ്ങൾ വന്നപ്പോൾ അദ്ദേഹം അപ്രതീക്ഷിതമായൊരു വാർത്താ സമ്മേളനം നടത്തി. അത് ശിവഗിരിയിൽ നടന്ന പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അന്നത്തെ പോലീസ് നടപടി മെനിങ്ങാന്നാണ് നിയമസഭയിൽ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അതിൽ ചർച്ച സമയത്ത് ഭരണപക്ഷം ആയുധമാക്കിയത് എ.കെ. ആന്റണിയുടെ സമയത്ത് നടന്ന പോലീസ് അതിക്രമങ്ങളെ പറ്റിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശിവഗിരിയും പിന്നെ മുത്തങ്ങ സംഭവമായിരുന്നു. ഇതിൽ ശിവഗിരിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം, അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ജനങ്ങൾ അറിയണമെന്ന് എ.കെ. ആന്റണി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് നേരത്തെ തന്നെ നിയമസഭാ വെബ്സൈറ്റിൽ ലഭ്യമായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. അതായത് ആ റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് എ.കെ. ആന്റണി പറഞ്ഞിരുന്നു, അന്ന് കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ചില നടപടികൾ നടന്നത്, അല്ലാതെ അത് നിർബന്ധിതമായി ചെയ്തത് കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു എന്ന് ഇന്നലെ ആന്റണി പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതായത് ഒരു അതിക്രമം എന്നതിനെ പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു നടപടി അവിടെ ഉണ്ടായിട്ടില്ല. കൃത്യമായൊരു ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്ത് അന്ന് ശിവഗിരിയിൽ ഉണ്ടായത്. ഈ ജനങ്ങളുടെ ഭാഗത്ത് ജനങ്ങൾ അക്രമാസക്തമായപ്പോൾ പോലീസ് നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. പോലീസ് അന്നത്തെ പോലീസ് നടപടിയെ അഭിനന്ദിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്, ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, സർക്കാരിന് വിമർശനമുണ്ട്. അന്നത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാരാണ് മധ്യസ്ഥത വഹിച്ചത്, അതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള വിമർശനം കൂടി പറയുന്നുണ്ട്. അതായത് എ.കെ. ആന്റണി പറഞ്ഞു വയ്ക്കുന്നത് ആധാരമായിട്ടാണ് ആ റിപ്പോർട്ട് എന്നുള്ള കാര്യം വ്യക്തം. അന്ന് കോടതി ലക്ഷ്യം ഉണ്ടാകാതിരിക്കാൻ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത നടപടി എന്നായിരുന്നു ഇന്നലെ എ.കെ. ആന്റണി അതിനെ ന്യായീകരിച്ചത്. ആ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം.